പെട്ടെന്ന് തിരികെത്താം. CPM MLA കൂടിയായ KU ജനീഷ് കുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനോട്. ശ്രീ KU ജനീഷ് കുമാർ, ബോർഡിനോടാണ് ചോദിച്ചിരിക്കുന്നത്, ദേവസ്വം ബോർഡാണ് ഉത്തരം കൊടുക്കേണ്ടത്. ഇതിനൊക്കെ ദേവസ്വം ബോർഡിന്റെ ഡിസ്ക്രിപ്ഷനാണ്, അത് ഹൈക്കോടതിക്ക് തിരുത്താനാകുമോ, ദേവസ്വം ബോർഡ് സ്വയം തീരുമാനമെടുക്കണോ എന്നുള്ളതൊക്കെയുണ്ട്. സർക്കാർ ഈ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സർക്കാരിനുണ്ടോ? പോലീസ്, ഗവൺമെന്റ് മിഷണറി ആയിട്ടുള്ള പോലീസിന്റെ അകമ്പടിയോട് കൂടിയാണ് ദിലീപ് അല്ലെങ്കിൽ ഏത് VIP ആണെങ്കിലും ആ തരത്തിലുള്ള ഒരു VIP ദർശനത്തിനായി എത്തുന്നത്. ഇത് ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അത് പ്രാക്ടിക്കൽ ആകുന്നതാണോ? ശബരിമലയിൽ ഇത്തവണ വളരെ സുഗമമായ നിലയിലാണ് തീർത്ഥാടനം പോകുന്നത്. 20 ദിവസം അതിലധികം പിന്നിട്ടു. 14.5 ലക്ഷത്തോളം ഭക്തജനങ്ങൾ എത്തി. ഒരു പ്രയാസവും ഇല്ലാതെയാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. VIP ദർശനത്തെ സംബന്ധിച്ചുമെല്ലാം ദേവസ്വം ബോർഡ് നേരത്തെ തീരുമാനിച്ചിരുന്നു, ഗവൺമെന്റ് നേരത്തെ തീരുമാനിച്ചിരുന്നു. ശബരിമലയിൽ VIP ദർശനം ഇല്ല. ഭക്തജനങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. ഒരു കാരണവശാലും ആ സോപാനത്തെ ക്രോസ് ചെയ്തുകൊണ്ട് ചില ആളുകൾക്ക് മാത്രമായി പ്രത്യേക തരത്തിൽ ഉള്ള ദർശന സൗകര്യം ഒരുക്കേണ്ടതില്ല എന്ന് ദേവസ്വം ബോർഡും ഗവൺമെന്റും എല്ലാം തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ക്രമീകരണങ്ങളെല്ലാം വരുത്തിയത് കൊണ്ടാണ് ഇത്ര അധികം ഭക്തജനങ്ങൾ എത്തിയിട്ടും ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാവർക്കും ഭഗവാനെ കാണുവാനും അവർക്ക് ദർശനം നടത്തുവാനും സംതൃപ്തിയോടുകൂടി അവർക്കെല്ലാം മടങ്ങി പോകുവാനും എല്ലാം കഴിഞ്ഞത്. ഇന്നലെ ദിലീപിന്റെ ദർശനവും ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും അത് ശ്രദ്ധ വന്ന ഉടൻ തന്നെ ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടി പരിശോധിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഒരു ആർക്കാണോ പിശക് സംഭവിച്ചിട്ടുള്ളത് ആ ഗവൺമെന്റിന്റെയും ജനീഷ് കുമാർ, സർക്കാർ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് ഇതിനകത്ത് എടുക്കുന്നു എന്നേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ദിലീപ് ആദ്യത്തെ VIP അല്ല, ആ ദർശനം നടത്തുന്ന VIP അല്ല. ഈ ദിവസം ദിലീപിനൊപ്പം ജുഡീഷ്യലെ പ്രമുഖരും ഈ സന്നിധാനത്ത് ഉണ്ടായിരുന്നു, ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രായോഗികമാണോ ഇത് ഒഴിവാക്കുന്നത്? പ്രായോഗികമാണോ? പ്രായോഗികമല്ല എന്ന് സർക്കാരിന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ നിലപാട് പോലും വ്യക്തമായി പറയാതെ അന്വേഷിച്ച് നടപടിയെടുക്കും, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ള ഒഴുക്കൻ മട്ടിൽ പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? അങ്ങനെയല്ല പറഞ്ഞ, ഇപ്പോ ഈ കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കറിയാം. കാരണം മുൻപ് കുറെ കാലങ്ങൾ അവിടെ ഈ വലിയ നിലയിലുള്ള ചില ആളുകളുടെ കേന്ദ്രീകരണവും അതിന്റെ ഭാഗമായി അവർ ഒരു പ്രത്യേകതരം സംസ്കാരവും എല്ലാം അവിടെ ക്രമീകരിച്ചിരുന്നു. അത് ഘട്ടം ഘട്ടമായിട്ടാണ് അത് മാറ്റിയത്. പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും എല്ലാം ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായി ഘട്ടം ഘട്ടം കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ഒരു സിസ്റ്റം, അവിടെയാണ് ആ സിസ്റ്റം വളരെ പെട്ടെന്ന് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് മാറ്റി ഘട്ടം ഘട്ടമായി മാറി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനിയും അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെയും ദേവസ്വം ബോർഡിന്റെയും എല്ലാം തീരുമാനത്തിനും താല്പര്യത്തിനുമെല്ലാം അപ്പുറം, ഭക്തജനങ്ങളുടെ താല്പര്യത്തിനപ്പുറം ആരാണോ അവിടെ ഏതാളുകളാണോ ഇത്തരം ആളുകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവർക്കെതിരെ ആവശ്യമായ നടപടി തീരുമാനങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് പൂർണ്ണമായി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി പോലീസ് എന്ന നിലയിൽ തന്നെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ഇപ്പൊ എന്തായാലും കുറഞ്ഞല്ലോ. മുമ്പ് ഇത് ഒരു സ്ഥിരം പതിവായിരുന്നു. ഇപ്പോ ഇത് അപൂർവമായി 20 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വരുന്നത്. ധാരാളം VIP-മാർ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാം അവിടുത്തെ ക്രമീകരണങ്ങളിൽ ഭാഗമായി നിന്നാണ് സഹകരിച്ച് മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇന്നലെ ഉണ്ടായ ഈ സംഭവം തീർച്ചയായും ഗൗരവകരമാണ്, നമ്മുടെ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. എന്തായാലും അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് തന്നെ ഗവൺമെന്റ് വിശദമായി തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഒരു സംശയവും വേണ്ട. നമുക്ക് ഈ കാര്യത്തിൽ മാത്രമല്ല, ശബരിമലയിൽ നിലനിന്നിരുന്ന മറ്റു ചില ഇത്തരം താല്പര്യക്കാരുടെ ധാരാളം ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ആ ഇടപെടലുകളെല്ലാം ഘട്ടം ഘട്ടമായി ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ഒറ്റ കാര്യം കൂടെ, ഹൈക്കോടതി എന്തുകൊണ്ട് VIP ദർശനം വേണ്ട എന്ന് പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഈ ചർച്ചയിലുടനീളം
ഉയരുകയാണ്. സർക്കാർ അങ്ങനെയല്ല പറഞ്ഞ ദേവസ്വം ബോർഡാണ് തീരുമാനിച്ചത്. ഭക്തർക്ക് എല്ലാവർക്കും ഒരേ സൗകര്യം ശബരിമലയിൽ മതി, അതിനപ്പുറത്തേക്ക് ഒരു സൗകര്യവും വേണ്ട. അതിന്റെ ഭാഗമായി ഗവൺമെന്റ് ആ അഭിപ്രായത്തോടൊപ്പം നിന്ന്, ദേവസ്വം ബോർഡിന്റെ ഈ അഭിപ്രായത്തോടൊപ്പം നിന്നാണ് ഗവൺമെന്റും ആ കാര്യങ്ങളിൽ ശക്തമായി തന്നെ നിലപാടെടുത്തു പോയത്. എല്ലാ ഭക്തജനങ്ങളെയും, ഭഗവാന്റെ സന്നിധിയിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഒരേപോലെ കാണണം. അതിന് പ്രത്യേക പരിഗണനയില്ല. സെലിബ്രിറ്റികളെന്നോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർമാരെന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെന്നോ എന്നൊന്നും ഒരു പരിഗണനയുടെയും ആവശ്യമില്ല. അവർക്ക് എല്ലാവർക്കും ഒരേ നിലയിലുള്ള ഒരു ദർശനം മതി. അത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ്. ആ ദേവസ്വം ബോർഡിന്റെ ആ തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ശബരിമലയിൽ നടക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ മേൽനോട്ടവുമുണ്ട്. ആ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഹൈക്കോടതിയെയും അറിയിച്ചിരുന്നു. അപ്പോഴാണ് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വിഷയം വരുന്നത്. ആ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതാണ് ഹൈക്കോടതിയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവൺമെന്റ് അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട്, ഈ വാർത്തകൾ വന്നപ്പോൾ തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയും രേഖാമൂലം ഇത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് നൽകണമെന്ന് ശബരിമല ADM. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ്. ഈ വലിയ മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുണ്ട്. 20 ദിവസത്തിന് ശേഷം ഉണ്ടായ ഏക സംഭവം, അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവുകയില്ല, ഇങ്ങനെ ഹരിവരാസന സമയത്ത് അല്ലെങ്കിൽ സോപാനത്ത് നിന്നുകൊണ്ടുള്ള ഒരു VIP ദർശനം അതുണ്ടാവുകയില്ല എന്ന് അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്നു താങ്കൾ? അല്ല, ഞാൻ പറഞ്ഞ ഏക സംഭവം എന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. എന്തായാലും ഈ തീർത്ഥാടന കാലം തുടങ്ങിയതിനു ശേഷം ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം പുറത്തേക്ക് വരുന്നത്. അപ്പോ അവിടെ മാധ്യമങ്ങളും CCTVയും എല്ലാം തന്നെ സജീവമായി തന്നെ ഉണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആദ്യ അവലോകന യോഗത്തിൽ തന്നെ ഈ തീരുമാനങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദീകരിച്ചിരുന്നു. മാധ്യമ പ്രവർത്തകർ ഇത് സംബന്ധിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ വല്ല സംഭവങ്ങൾ നടന്നിരുന്നുവെങ്കിൽ റിപ്പോർട്ടായി വന്നേനെ. എന്റെ ശ്രദ്ധയിൽ ഞാൻ പറയുന്നു, ഈ വന്ന ഏക സംഭവം ഈ തീർത്ഥാടന കാലത്ത്, ഈ മണ്ഡലകാലത്ത് ഇന്നലെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ദേവസ്വം ബോർഡിന്റെയും ഗവൺമെന്റിന്റെയും താല്പര്യത്തിന് വിരുദ്ധമായി അങ്ങനെ സംഭവിച്ചിട്ട് ഇപ്പോ നമുക്ക് നടയിൽ നിന്നുകൊണ്ട് ദർശനം നടത്തുന്നതിനൊന്നും തടസ്സമില്ല. അഷ്ടാഭിഷേകവും പുഷ്പാഭിഷേകവും ഒക്കെ ബുക്ക് ചെയ്തിട്ടുള്ള ഭക്തർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇത് ഹരിഹരാസനം നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പൊ അതിനാരാണ് അവർക്ക് സംരക്ഷണം കൊടുത്തിട്ടുള്ളത്? അത് പരിശോധിക്കാതെ പോകാൻ കഴിയില്ലല്ലോ. കാരണം ഈ സിസ്റ്റം നമുക്ക് കറക്റ്റായി കൊണ്ടുപോകണം. അവിടെ പ്രത്യേക പരിഗണനയൊന്നും ആർക്കും വേണ്ട. അപ്പോ അത് പരിഗണന ആരും അർഹിക്കുന്നില്ല. അപ്പോ അത് അങ്ങനെ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ അതിന് വിരുദ്ധമായ ഒരു പരിഗണന ചില ആളുകൾക്ക് ലഭിച്ചു. അപ്പൊ അത് സംബന്ധിച്ച് പരിശോധിക്കണമല്ലോ. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ പരിശോധിക്കണം. ആ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. തീർച്ചയായിട്ടും വളരെ നന്ദി.